ഒന്നും കേട്ടോ, ഇത് ഒരു കോമ്പറ്റീഷൻ ഒന്നുമല്ല. കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആ ഇമേജ് അല്ലെങ്കിൽ ഒരു വീഡിയോ അതിനെ കണക്ട് ചെയ്തുകൊണ്ടൊരു ചോദ്യം ഞാൻ ചോദിക്കും. അപ്പോൾ ഉത്തരം പറയുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ സമ്മാനം കേട്ടോ. ഋഷിയാനി റെഡി? സമ്മാനം നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട്. അത് ചിലപ്പോൾ ഒരു വളയാകാം, ഒരു മാലയാകാം, അത് പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം ചോദിക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു പിക്ചർ കാണുക അല്ലെങ്കിൽ ഇമേജ് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ പറയല്ലോ കേട്ടോ. ഒന്ന് കൈ ഒന്ന് ഉയർത്തുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. പിന്നെ എനിക്ക് സമ്മാനവും തരാമെന്ന് പറഞ്ഞ ആരാണ്ട് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവരൊക്കെ എന്ത് ചെയ്യാമോ? 5 ഉണ്ട് കേട്ടോ, 5 ഉണ്ട്. അപ്പൊ ഇത് കുറെ ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾക്ക് വിശപ്പാവുന്നവരെ ഇങ്ങനെ ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും അല്ലേ ചെയർമാനെ? അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ബാറിലെ തിരക്ക് മാറിയെങ്കിൽ ഞങ്ങൾ ഇവിടെ തുടങ്ങുവാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവരും വരുന്നില്ല. അല്ലേടാ മൈക്ക് എന്നിട്ട് ഒരു കാര്യമില്ല. ഇത് നമ്മൾ പാട്ടിനെ പറ്റിയൊരു ചോദ്യം, വല്ല കാര്യമുണ്ടോ? ഞാൻ ചോദിച്ചില്ലല്ലോ. അപ്പൊ നമ്മള് ഓക്കെ, സ്ക്രീനിൽ ഒരു ഇമേജ് കാണിക്കുന്നുണ്ട്. അത് ആരാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ? അപ്പൊ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്: ഏത് ഗാനമാണ് അദ്ദേഹം? ജമീൻ അവിടെ നിൽക്കും. അവിടെ ആദ്യം കൈയാണ്. മെനിച്ചേച്ചി കൈയാണെങ്കിൽ തെറ്റാണെങ്കിൽ -മാർക്ക് ഉണ്ട് കേട്ടോ. 1000 ഭാഗം ആലിംഗനത്തിൽ മുഴുകിയെന്ന് ഞാനല്ല, മനസ്സിലായല്ലോ. അപ്പൊ അവിടെ അടുത്ത ചോദ്യത്തിലേക്കാണ്. ഇതെനിക്ക് സംശയമുണ്ട്. ഇതൊരു നമ്മുടെ ഒരു മലയാളം ഫേമസ് മൂവിയിലെ ഒരു സീനാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് അറിയാവുന്നതുകൊണ്ടല്ലേ ഈ ഒരു മൂവി കണ്ടവരൊന്നും നാടോടിക്കാറ്റ് എന്ന സിനിമ അല്ലേ? ഓക്കെ, ചോദ്യം അതല്ല. നാടോടിക്കാറ്റ് എന്ന് പറയുന്ന സിനിമയാണ്. ഇങ്ങോട്ട് നോക്കും, നിങ്ങളുടെ ഡാൻസ് കഴിഞ്ഞിട്ട് നിങ്ങൾ വേണ്ടി പൊക്കോ. അപ്പം ഇതാരാന്ന് മനസ്സിലായല്ലോ അല്ലേ? തിലകൻ അല്ലേ? തിലകന്റെ പേരെന്നാണെന്നറിയോ? ഈ സിനിമയിൽ തിലകന്റെ ക്യാരക്ടറിന്റെ പേര് പവനായി ഞാൻ തോന്നുന്നു. തിലകൻ പവനായി അല്ല. പവനായി കണ്ട എന്താ പറയും? അത് തെറ്റിപ്പോയിട്ടോ. പവനായി അല്ല. അറിയില്ലറിയോ തിലകന്റെ പേര്? നാക്കിന്റെ ഇങ്ങനെ ഇപ്പുണ്ട് തിലകന്റെ പേര്. ഇപ്പൊ നിങ്ങൾ തിലകന്റെ പേര് അറിഞ്ഞാലും കാര്യമില്ല, അതല്ല ചോദ്യം. ഈ തിലകന്റെ ഇവിടെ ചായ കൊണ്ടുവരുന്ന ആളുണ്ട്, അവന്റെ പേരാണ് നമുക്കറിയുന്നത്. ആ പറഞ്ഞോ, അറിയോ? അശ്വൻകുട്ടി. ശ്രീനിവാസനോ? ഒന്ന് പുറത്തോട്ടിരിക്കാവോ? ആ വേലക്കാരന്റെ പേരറിയോ? -മാർക്ക് തരുമല്ലോ തെറ്റുവാണെങ്കിൽ. കൃഷ്ണൻകുട്ടി. അത് ശ്രീനിവാസനാണ്. അത് ശ്രീനിവാസനൊന്നും അല്ല. തിലകന്റെ പേര് അനന്തൻ നമ്പ്യാണ് അല്ലേ? എന്റെ ചോദ്യം അതല്ല. ഈ തിലകന് ചായ കൊണ്ടുവന്ന തിലകന്റെ വേലക്കാരന്റെ പേരാണ്. ജോസിയാനിക്ക് അറിയാവുന്നുണ്ട്. ജോസഫ് സാറെന്നൊന്നും പറഞ്ഞേക്കില്ല കേട്ടോ. ശങ്കരൻകുട്ടി പോരാ. അപ്പൊ ആർക്കും അറിയാൻ മേലെങ്കിൽ അല്ലേ? ഭയങ്കര പോപ്പുലർ പേരാ, ഭയങ്കര പോപ്പുലർ നെയിമാണ്. സിനിമയുടെ പേരോ? ആ ക്യാരക്ടറിന്റെ പേര് ടീന പറഞ്ഞിരിക്കുന്നത് ശശി സുമനൻ. നമ്മൾ പ്ലേ ചെയ്യണം കേട്ടോ. ആൻസർ ഇല്ല, കേട്ടോട്ടോ.
പക്ഷേ എന്നോട് ഞാൻ ചായ ചോദിച്ചോടാ കുഞ്ഞിരാമ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, ഇതൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മലയാളം മൂവിയാണ്. ഇതിൻ്റെ ആദ്യത്തെ ക്ലൂ എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് പറയുകയാണ്. ഇപ്പം ഇതിൻ്റെ പേര് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല നമ്മുടെ എൽമയുടെ ചർമ്മം വരെ ഞെട്ടും ഈ പേരറിഞ്ഞ. ആ, ഈ പേര് ഇത് സിനിമയുടെ പേരറിയോ ചേച്ചി? സിനിമയുടെ പേരറിയോ? സിനിമയുടെ പേരറിഞ്ഞാൽ നമ്മൾ മാത്രമല്ല, ജോസഫ് നമ്മളല്ല, എൽമയുടെ ചെയർമാൻ 2 പ്രാവശ്യം ഞെട്ടും. കരൺ ചെയർമാൻ ആരെങ്കിലും പറയോ? അപ്പൊ നമ്മൾ ഇതിന്റെ പാട്ട് പറയാൻ പോവാണ്. റോസേജ് പാട്ട് വേണമെങ്കിൽ ഇത് പാട്ട് അറിയാമല്ലോ ഈ പാട്ട് കേട്ടെ. ഈ ചോദ്യം നമ്മുടെ പിള്ളേർക്കുള്ള കേട്ടോ. നിങ്ങളവിടെ നിൽക്കുക. ഒരാൾ പറയാ ഇത് ഏത് പാട്ടാന്നാ പറയണ്ടേ കേട്ടോ. പാട്ടില്ല. പാട്ട് പാടിക്കോ. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു ഗുഡ് വൺ. ചോദ്യം ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ചോദ്യം പറഞ്ഞിട്ടില്ല. ഈ സിനിമ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. കിലുക്കം ഇതില് ഒരു ക്യാരക്ടർ പാട്ട് പാടുവാണ് അല്ലേ? ആരാന്നറിയാലോ? തിലകൻ. തിലകൻ പാടുന്ന പാട്ടാ നമുക്ക് വേണ്ടേ? അറിയാന്നാണ് ചിലപ്പോ പറയണേ. തെറ്റിപ്പോയ അറിയില്ല. ജപ്പാനിൽ നിന്ന് വന്നതാണോ പറയണേ അല്ലേ? ഓക്കെ, താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ. അത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു മൂവിയിലെ ഒരു BGM ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ മൂവി ഐഡന്റിഫൈ ചെയ്താൽ മതി, മൂവിയുടെ പേരൊന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. ഓക്കെ. എന്റെ സ്വപ്നത്തിൻ അച്ചാണി അച്ചാണി അച്ചാണി. എന്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപതേ, നീല താമര മിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു, ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. എന്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി, നീല താമര
സംഭവമാണ്. പ്ലേ ചെയ്തോ? തേജസ്വിന്റെ മൂവി നെയിം ആവേശം. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ടില്ല കേട്ടോ. അതായത് നമ്മൾ ഇതിന്റെ ഹീറോയുടെ പേരാണ് മൂവി. ഫഹദ് ഫാസിൽ. ക്യാരക്ടറിന്റെ ഈ രംഗന്റെ കൂട്ടാൻ ഭയങ്കര ഒരു ഫ്രണ്ടായിട്ട് ഒരു ഇതുള്ളൂ. അയാളുടെ പേര് അതാണ് നമുക്ക് അറിയേണ്ടത്. അയാൾ ഇവിടെ ഉണ്ട്. രംഗണ്ണൻ. അവിടെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതിന്റെ ഉത്തരം പറഞ്ഞിരിക്കുന്നു. താങ്ക് യു. അപ്പൊ ഇതിന്റെ നിങ്ങൾ കേൾക്കുന്നത് ആ സോങ്ങിന്റെ ഒരു BGM ആണോ? അപ്പൊ നമ്മള് സോങ് ആണ്.